ഹായ്, വെൽക്കം ബാക്ക്. വളരെ അർജന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ലൈവ് കഴിഞ്ഞ ശേഷം ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായി. സാറേ, എൻ്റെ മനസ്സിൽ ഉത്തരം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഓണം എക്സാം എഴുതിയ സമയത്തല്ലേ എൻ്റെ മനസ്സിൽ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം പഠിച്ചിട്ടാണ് പോയത്. എൻ്റെ മനസ്സിൽ ചാപ്റ്റർ സമ്മറിയും ഡിസ്കോസും ഗ്രാമറും എല്ലാം ആകാത്തൊലി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സമയത്തിന് എഴുതി തീർക്കാൻ വേണ്ടി പറ്റില്ല. എക്സാം ഹാളിൽ ബെല്ലടിച്ച സമയത്തില്ലേ ഒരു 8 മാർക്കിൻ്റെയും ഒരു 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യന് ഞാൻ ഒഴിച്ചു വിട്ടിട്ടാണ് സാറേ ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇത് ഒരാളുടെ പ്രശ്നമൊന്നുമല്ല. ഇത് ഇംഗ്ലീഷ് എക്സാം എഴുതുന്ന എല്ലാവരും ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നമാണ് ഈ ടൈമിലി എഴുതി തീർക്കാൻ വേണ്ടി പറ്റാത്തത്. അതിന് ഒരു എഫക്റ്റീവ് സൊല്യൂഷൻ കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒന്ന്, നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എക്സാം ഹാളിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, നമ്മളൊരു കോൺഫിഡൻസോട് കൂടെയാണ് നമ്മൾ പോകേണ്ടത്. കാരണം കഴിഞ്ഞ ലൈവിലല്ലേ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ സമ്മറി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിലൊരു ചാപ്റ്റർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കംപ്ലീറ്റ് പോയിന്റുകളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. ഇന്നത്തെ ലൈവിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ പഠിച്ച ചാപ്റ്റർ സമ്മറിയിൽ നിന്നും എല്ലാ ഡിസ്കോസുകളും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം. നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് ഹാൻഡ് പിക്ഡ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങളോട് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്നത്തെ ലൈവ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ട്. അതാണ് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത്. ഇനി എക്സാം ഹാളിലേക്ക് എത്തിയതിന് ശേഷം നിങ്ങൾ ഒരുപാട് കേട്ട കാര്യങ്ങളാണ്, പക്ഷേ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്നുള്ളത്. ഒന്ന്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വളരെ കെയർഫുൾ ആയിട്ടാണ് വായിക്കേണ്ടത്. അത് ഒരൊറ്റ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക എന്നുള്ളതിൻ്റെ പകരമായിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തമായിട്ട് വായിക്കണം. ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു ഓർഡർ ഉണ്ടായി വന്നില്ലെങ്കിൽ ഉണ്ടാക്കണം. ഈ ഓർഡർ എങ്ങനെയാണെന്നറിയോ? ഇത് നമ്മൾ എഴുതാൻ പോകുന്ന ഓർഡറാണ്. അത് ചിലപ്പോൾ നമ്മൾ അവിടെ കൊടുത്തിരിക്കുക 1, 2, 3 എന്നുള്ള രീതിയിലായിരിക്കില്ല എഴുതുന്നത്. നമ്മൾ എഴുതുന്നത് നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഉത്തരങ്ങളാണ് ആദ്യം എഴുതാൻ വേണ്ടി പോകുന്നത്. അത് 1 മാർക്കിൻ്റെതായിക്കോട്ടെ, അത് 5 മാർക്കിൻ്റെതായിക്കോട്ടെ, അത് 10 മാർക്കിൻ്റെതായിക്കോട്ടെ, നമ്മൾ ഏറ്റവും ആദ്യം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു 2-3 ഉത്തരങ്ങൾ എന്തായാലും നമ്മൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഉത്തരങ്ങളായിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് നമ്മളങ്ങോട്ട് വലിച്ചു വാരി എഴുതും, നമ്മളങ്ങോട്ട് കയ്യിൽ നിന്നിട്ട് എഴുതും, ചിലപ്പോൾ ഒരു 1.5 പേജ് എഴുതും. പക്ഷേ ഒരു 8 മാർക്കിൻ്റെയോ 10 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്കൊന്നും എഴുതാനുണ്ടാവില്ല. അപ്പോഴത്തേക്ക് ബെല്ലടിച്ചിടണം. അപ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? നിങ്ങളുടെ 10 മാർക്കിൻ്റെ അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം കാണുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏറ്റവും താഴെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും മാർക്ക് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ എഴുതുന്ന സമയത്തില്ലേ എത്ര എഴുതണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായുള്ള ഒരു ധാരണ വേണം. നിങ്ങളോട് 4 മാർക്കിനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ മാക്സ് ടു മാക്സ് ഒരു 2 to 3 പാരഗ്രാഫിൽ കൂടുതൽ അതാകരുത്, അല്ലെങ്കിൽ ഒരു 3/4 പേജിൽ കൂടുതൽ അതായി കഴിഞ്ഞാൽ നമ്മുടെ സമയം നഷ്ടപ്പെടും. അപ്പൊ 4 മാർക്കാണെന്നുണ്ടെങ്കിൽ മാക്സ് ടു മാക്സ് ആട്ടോ ഞാൻ പറയുന്നത്, ഒരു 3/4 പാരഗ്രാഫിൽ കൂടരുത് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഒരു 6 മാർക്കിനാണ് നമ്മളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു മാക്സ് ടു മാക്സ് 1 പേജിൽ കൂടുതൽ അത് എഴുതരുത്, അത് പോകരുത്. ഇനി നമ്മളോട് 8 to 10 മാർക്കിനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു 1.5 പേജ് എഴുതാം, അതിൽ കൂടുതൽ എഴുതണ്ട. ഈ 1.5 പേജ് നമ്മൾ കൃത്യമായിട്ട് പാരഗ്രാഫുകളാക്കി എഴുതാൻ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് വായിക്കുന്ന ആളിൽ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ആയിരിക്കും ഉണ്ടാക്കുക. പിന്നെ നമ്മൾ ഈ കൃത്യമായിട്ട് പാരഗ്രാഫുകളാക്കി എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ എഴുതാൻ പോകുന്ന പോയിന്റുകളെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ഐഡിയ വേണം. നമ്മൾ 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ 4 പോയിന്റ് എന്തായാലും വേണം. അപ്പം നമ്മൾ എഴുതാൻ പോകുന്ന പോയിന്റുകളെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലൊന്ന് റീകോൾ ചെയ്യണം. അതിന് ഒരു റഫ്ലി ഒരു 30 സെക്കൻഡ് എടുക്കുള്ളൂ. ഈ 30 സെക്കൻഡിലല്ലേ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ഇത്രയും പോയിന്റുകളാണ് എഴുതാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ വേണം. മക്കളെ, ഈ നിങ്ങളുടെ ആൻസർ ഷീറ്റ് വായിക്കുന്ന ആളില്ലേ അതിൽ എത്ര പോയിന്റുകൾ ഉണ്ട് എന്നുള്ളത് നോക്കുള്ളൂ. നിങ്ങൾ എത്ര എഴുതി എന്നുള്ളതിൽ അവിടെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഈ 4 പോയിന്റ് ഞാൻ പറഞ്ഞില്ലേ, ആ പറഞ്ഞ പോയിന്റുകൾ തന്നെ വീണ്ടും എഴുതുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ മാർക്ക് ഒന്നും കിട്ടുന്നില്ല. അവിടെ നമുക്ക് സമയ നഷ്ടമാണ് ഉണ്ടാവുന്നത്. ഇനി അവസാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ,
പാനിക് ആവാതെ ഇരിക്കുക എന്നുള്ളതാണ്. മക്കളെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്. നമ്മൾ ചാപ്റ്റർ സമ്മറി കൃത്യമായിട്ട് പഠിച്ചിട്ടാ പോണ്. നമ്മൾ എല്ലാ ഡിസ്കോസുകളും ഇന്ന് പഠിക്കാൻ വേണ്ടി പോകണം. ഒരു ഡിസ്കോസിന് നിങ്ങൾക്ക് മാക്സിമം 5 മിനിറ്റേ എടുക്കുള്ളൂ പഠിക്കാൻ. അത് ലെറ്റർ ആയിക്കോട്ടെ, TV റിപ്പോർട്ട് ആയിക്കോട്ടെ, ന്യൂസ് റിപ്പോർട്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇനി റെസ്യൂമേ ഉണ്ടാക്കുന്നതായിക്കോട്ടെ, ഏത് ലെറ്ററോ എന്തോ ആയിക്കോട്ടെ, അതിന് നമുക്ക് മാക്സിമം 5 മിനിറ്റേ എടുക്കുള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ചാപ്റ്റർ സമ്മറിയാണ്. ചാപ്റ്ററിലുള്ള ഓരോ പോയിന്റുകളും ഇല്ലാതല്ലേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എഴുതാൻ വേണ്ടി പറ്റൂല. സോ ഇന്നലെയും കഴിഞ്ഞ ലൈവും ഇന്നത്തെ ലൈവുമായിട്ട് നമ്മുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ കോൺഫിഡൻസോട് കൂടിയാണ് നമ്മൾ നാളെ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കയ്യിലില്ലേ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ വേണം. നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ഈ 2 കാര്യങ്ങളോട് ഒത്തുചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യപൂർവ്വം ആ സമയത്തിന് തന്നെ നമുക്ക് എഴുതി തീർക്കാൻ വേണ്ടി പറ്റും. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. താങ്ക് യു.